മഹാശിവരാത്രിയുടെ അന്ന് തിരുമല മഹാദേവ ക്ഷേത്രത്തിൽ തൊഴുതിറങ്ങിയതിനു ശേഷം പുറത്ത് ഭജന കേട്ടോണ്ടിരിക്കുകയായിരുന്നു നമ്മൾ. കയ്യിലൊരു വീണയും പിടിച്ച് ഒരു നിലവിളക്കിന് ചുറ്റും ഭജനയും പാടി നടക്കുന്ന ഒരു ഭക്തനെ ഞങ്ങൾ കണ്ടു. ആ ഭക്തന് കൂടെ മറ്റു ചില ഭക്തന്മാരും ഒപ്പം ഭജന പാടി നടക്കുന്നുണ്ടായിരുന്നു. അമ്പലത്തിൽ നിന്നിറങ്ങിയപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാനായി ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി. നമ്മൾ ആദ്യം ഓർഡർ ചെയ്ത ചെന്ന ഭട്ടൂര വന്നു. ചെന്ന ഭട്ടൂര നല്ല ചൂടുണ്ടായിരുന്നു, ആവി പറക്കുന്നത് കണ്ടില്ലേ. അതിനുശേഷം ഒരു പൊടി ഇഡ്ഡലി ഓർഡർ ചെയ്തു. പറയാനില്ല, പൊടി ഇഡ്ഡലി അസാധ്യം ടേസ്റ്റ് ആയിരുന്നു. ഒരു പ്രത്യേകതരം മസാല കൂട്ടുകൊണ്ടുണ്ടാക്കിയ പൊടിയാണ് ആ ഇഡ്ഡലിയുടെ പുറത്ത് തൂവിയിരിക്കുന്നത്. അതാണ് ആ ഇഡ്ഡലിയുടെ ഹൈലൈറ്റ്. ഉണ്ണിയപ്പത്തിൻ്റെ വലിപ്പമേ ഒരു ഇഡ്ഡലിക്കുള്ളെങ്കിലും രുചി അപാരമാണ്. ഇവിടെ വന്നാൽ പൊടി ഇഡ്ഡലി നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യണം. അടുത്തതായി ഒരു ഗീ മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. പേര് പോലെ തന്നെ ശുദ്ധമായ നെയ്യുടെ മണവും രുചിയും എടുത്തറിയാനുണ്ടായിരുന്നു. ഭക്ഷണത്തിന്റെ രുചി അറിയാൻ ആൻവി മോളുടെ ഈ എക്സ്പ്രഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. വളരെ ചെറിയൊരു വെജിറ്റേറിയൻ കഫേയാണ് ഇത്. ഇരുന്ന് കഴിക്കാനുള്ള യാതൊരു സൗകര്യവും ഈ കഫേയിലില്ല. നിന്ന് തന്നെ ഭക്ഷണം കഴിക്കണം. എന്നാലോ തിരക്കിന് യാതൊരു കുറവുമില്ല. നല്ല ശുദ്ധമായ രുചിയുള്ള വെജിറ്റേറിയൻ ഭക്ഷണം വിളമ്പുന്ന ഈ കഫേയുടെ ലൊക്കേഷൻ ഉള്ളത് തിരുവനന്തപുരം കുറവങ്കോണം YMR റോഡിലുള്ള കഫേ ശുഭാംഗം. സ്വിഗ്ഗിയിലും ഇത് അവൈലബിൾ ആണ്.